പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ സമുദായ സംഘടനകളുടെ പടയൊരുക്കം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമാണ് വി ഡി സതീഷിനെ കടന്നാക്രമിച്ചും സർക്കാരിനെ പിന്തുണച്ചും രംഗത്ത് വന്നത്. വെള്ളാപ്പള്ളിക്ക് പിന്നാലെ NSS കൂടി രംഗത്ത് വന്നതോടെ വി ഡി സതീശൻ നിലപാട് മയപ്പെടുത്തി. ഇന്നലെ പൂത്തൊരു തകരയുണ്ട് സതീശൻ. ഞാനതിനെപ്പറ്റി പറയുന്നില്ല, അപ്രസക്തൻ. അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം ഏറ്റെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വർഗീയവാദം. ഇവിടെ മുതിർന്ന നേതാക്കന്മാരുണ്ട് കോൺഗ്രസിലെ. ഞാൻ ഒരിക്കലും കോൺഗ്രസിനെതിരല്ല. മുതിർന്ന AK ആന്റണി പറയട്ടെ ഞാൻ വർഗീയവാദിയാണെന്ന്. രമേശ് ചെന്നിത്തല പറയട്ടെ. അവരെല്ലാം എത്രയോ സീനിയറായി, ഇളയേക്കാൾ എത്രയോ സീനിയറായ ആളുകളാണ്. അവർ പറയട്ടെ ഞാൻ വർഗീയവാദിയാണെന്ന്. ഇതെല്ലാം പറയട്ടെ. വേണുഗോപാലുണ്ട്, സതീശനുണ്ട്, നമ്മുടെ AK ആന്റണിയുണ്ട്, രമേശ് ചെന്നിത്തലുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഇന്ന് ലൈവായി ജീവിച്ച് രാഷ്ട്രീയത്തിൽ തന്നെ അവർ നിലനിൽക്കുന്നുണ്ട്. അവർ പറയട്ടെ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അഡ്മിറ്റ് ചെയ്യാം. ഈ സതീശൻ എന്ന് പറയുന്ന ആളിനെ അഴിച്ചു വിട്ടിരിക്കുക കോൺഗ്രസ്. പറഞ്ഞു മനസ്സിലാക്കുക. അദ്ദേഹത്തിന് ഇത്തരം നയപരമായ കോൺഗ്രസിൻ്റെ നയപരമായ വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? ഒരു കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ടല്ലോ. എല്ലാത്തിനും പുള്ളിക്കറി ചാടിക്കയറി പറയാൻ ഒരു അധികാരപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും അത് ശരിയാണ്. ഒരു നേതാവ് ഇവിടെ വന്ന് പോയ നേതാവ് NSSൻ്റെ മുഴുവൻ സഹായം വാങ്ങിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്താണ്? സമുദായ സംഘടനകൾ തിണ്ണകയറി നിരങ്ങരുതെന്ന് പറഞ്ഞത്. എന്നിട്ടത് ഈ അടുത്ത ദിവസം എന്തെന്ന് ഈ വലിയ തത്വം പറയുന്നവർ കനാനായ സഭയുടെ തിരുമേനി ആരെ കാണാൻ സിനഡ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ചെന്ന് കാലേ വീണു. എന്തിനാ അങ്ങതേ പോയ എന്തിനാ പോയത്? അപ്പം അതുകൊണ്ട് അതൊന്നും പറയാൻ അവർക്കാർക്കും യോഗ്യതയൊന്നുമില്ല. അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നെ അദ്ദേഹം എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു? എൻ്റെ സ്ഥാനമോ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മാന്യതയോ നോക്കാതെ തന്നെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇല്ലയെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങളത് ക്ഷമിച്ചു. കാരണം എന്താണെന്ന് അറിയാം. പ്രായത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ കസേരയിൽ ഇരിക്കുന്ന ആ സ്ഥിതിക്ക് നമ്മളതിന് മറുപടി പറയുന്നത് ശരിയല്ല. നമ്മളത് പൊറുക്കണം. അതാണ് അതിൻ്റെ ശരി. അവർക്കെതിരായിട്ടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. ഞാൻ ആകെ വർഗീയത പറയരുതെന്ന് മാത്രം പറഞ്ഞു. വർഗീയത പറയരുതെന്നുള്ളൊരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. അതിന്റെ പേരിലല്ല അത് ഞാനാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കെതിരെ സംസാരിക്കുന്നത്. പിന്നെ വ്യക്തിപരമായി എല്ലാവർക്കും നമ്മൾ ഇഷ്ടമായിക്കൊള്ളുന്നില്ലല്ലോ. വ്യക്തിപരമായി നമ്മളെല്ലാവർക്കും നമ്മുടെ രീതികൾ ചിലപ്പോൾ ഇഷ്ടമാകണമെന്നില്ല, നമ്മുടെ സമീപനം ചിലപ്പോൾ ഇഷ്ടമാകണമെന്നില്ല. അതൊക്കെ അവരുടെ അവകാശമാണ്. വ്യക്തിപരമായുള്ള നമ്മളോടുള്ള അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാൻ അവർക്ക് എല്ലാവരും സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അവർ ഉപയോഗിക്കട്ടെ. TG സജിത്ത് കൂടുതൽ വിവരങ്ങളുമായി ചെയ്തുകൊണ്ട്. സജിത്ത്, ഈ NSS SNDP ഒരേ മട്ടിൽ ഒരേ സ്വരത്തിൽ വി ഡി സതീഷിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം, അവിടെ ഒരു പടയൊരുക്കം കൃത്യമാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന കാലഘട്ടമാണല്ലോ. സതീഷിന് അത് മയപ്പെടുത്തിയേ മതിയാകുമോ എന്നുള്ളത് മറുപടിയിലുമുണ്ട്. അപ്പോൾ എങ്ങനെ കാണണം ഈ രാഷ്ട്രീയത്തെ? എൽദോ, ഇത് ഒരു അസാധാരണ നീക്കമാണ്. കാരണം പ്രതിപക്ഷ നേതാവിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, കാരണം വെള്ളാപ്പള്ളിയും വി ഡി സതീശനും തമ്മിലുള്ള പ്രസ്താവന യുദ്ധങ്ങളൊക്കെ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അതിന് വ്യത്യസ്തമായി G സുകുമാരൻ നായർ അതിരൂക്ഷമായ പരാമർശങ്ങളാണ് വി ഡി സതീശനെതിരെ നടത്തുന്നത്. വെള്ളാപ്പള്ളി താൻ വർഗീയതയ്ക്കെതിരെയാണ്, ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെയാണ് എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ തൻ്റെ NSSൻ്റെ പലപ്പോഴും തിണ്ണനിറങ്ങിപ്പോയ വ്യക്തിയാണ് എന്ന് മറക്കരുത്. NSSനെ തള്ളിപ്പറയുന്ന വി ഡി സതീശൻ പലപ്പോഴും കത്തോലിക്ക സഭയുടെ സിനഡ് നടക്കുമ്പോൾ പോലും അവിടെ ബിഷപ്പുമാരെ കാണാനെത്തിയ കാഴ്ചയൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇക്കാര്യത്തിൽ NSS നേതൃത്വം നടത്തുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സംസ്ഥാനത്ത് UDFൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന വ്യക്തിക്കെതിരെയാണ് നീക്കമെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നായർ ഈഴവ ഐക്യമെന്ന പ്രഖ്യാപനത്തോടെ NSSും SNDPയും നടത്തുന്ന നീക്കത്തിൻ്റെ രാഷ്ട്രീയം കൂടി ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടി വരുമെന്നത് കൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. അത്രയധികം പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടിയായി ഇത് മാറുകയാണ്. എന്തായാലും വി ഡി സതീശനെതിരെ NSS കൂടി അതിരൂക്ഷ പരാമർശങ്ങൾ നടത്തിയതോടെ ഇതിൽ വിശദീകരണവുമായി വീണ്ടും
സതീശൻ രംഗത്ത് വന്നിട്ടുണ്ട്. താൻ പെരുന്നയിൽ പോയിട്ടുണ്ട്, പലവട്ടം അവിടെ വോട്ടഭ്യർത്ഥിച്ച് പോയിട്ടുണ്ട്, സമുദായ നേതാക്കളെ കാണില്ല എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഇക്കാര്യത്തിൽ VD സതീശൻ നടത്തുന്ന വിശദീകരണം. ഒപ്പം തന്നെ നേതാക്കൾക്ക് തന്നെ വിമർശിക്കാമെന്നും വ്യക്തിപരമായി തന്നോട് ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന വിശദീകരണം കൂടിയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ VD സതീശൻ നടത്തിയിരിക്കുന്നത്. റൈറ്റ്, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഈഴവ നായർ ഐക്യത്തിന് ആഹ്വാനവുമായി SNDPയും NSSും ഐക്യം അനിവാര്യമാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടിന് പിന്തുണയുമായി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ രംഗത്തെത്തി. പ്രതികരണങ്ങളിലേക്ക്. ഞങ്ങൾ ഒന്ന് യോജിച്ചു പോയാൽ ഒരു രാജ്യത്ത് സുനാമി സംഭവിക്കുക. എന്താണ് ബാക്കിയെല്ലാവരും യോജിച്ചെങ്കിൽ ഞങ്ങൾ ഒന്ന് യോജിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് വിഷമം? യോജിക്കേണ്ടവർ യോജിക്കേണ്ട സമയത്ത് യോജിച്ചേ തീരൂ. അത് നിയതിയുടെ ഒരു നിയമമാണ്. കാലഘട്ടത്തെ ഇന്ന് സ്വീകരിക്കാൻ അതിൻ്റെ ഉൾവിളി ഇന്നുണ്ട് താനും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് തോന്നാനും എനിക്കിങ്ങനെ തോന്നാനും സമൂഹം അത് രണ്ടു കൈയിൽ നിന്നിട്ട് ഇന്ന് സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ ജനം ആഗ്രഹിക്കുന്ന ഒന്നായി മാറി എന്നുള്ളതുകൊണ്ട് തന്നെ നായാട് തൊട്ട് നസ്രാണി വരെയുള്ള സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് SNDP യോഗം എന്തെല്ലാം ദൗത്യം ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ചർച്ചകൾക്ക് വേണ്ടി ഈ 21-ാം തീയതി പ്രിൻസ് ഹോട്ടലിൽ വെച്ച് ഇന്ത്യയിലുള്ള മുഴുവൻ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ബോർഡ് അംഗങ്ങളെ ഒരു യോഗം വെച്ചുകൂട്ടിയിരുന്നു. ഹൈന്ദവ സംഘടനയിലെ പ്രബല സമുദായങ്ങളായ SNDPയും NSSും ഒരുമിക്കുന്നതിൽ എന്താ തെറ്റ്? മുമ്പ് സംഭരണ ഇഷ്യൂ ഉണ്ടായിരുന്നു, ആ കാലത്ത് അകന്നു നിന്നു. ഇന്നതൊരു വിഷയമല്ലാതെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ യോജിച്ചു പോകേണ്ടവരായി രണ്ടുപേരും. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ആലോചിച്ചു, ഞങ്ങളും അത് ശരിവയ്ക്കുകയാണ്. എന്നാൽ NSSനെയും SNDPയെയും തെറ്റിച്ചത് ലീഗ് എന്നാണ് വെള്ളാപ്പള്ളിയുടെ ആരോപണത്തോട് വിയോജിക്കുകയാണ് സുകുമാരൻ നായർ ചെയ്തത്. വെള്ളാപ്പള്ളിയുടെ പരാമർശം ലീഗ് തള്ളിക്കളയുകയും ചെയ്തു. ആ കാര്യത്തിൽ പാർട്ടി നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത്തരം ജൽപ്പനങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല, മറുപടി അർഹിക്കുന്നില്ല. കേരളീയ സമൂഹവും അത്തരം പ്രസ്താവനകൾ കേൾക്കുകയും അതിന് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളീയ പൊതുസമൂഹത്തിന് വ്യക്തമായ ബോധ്യം ആ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗ് അതിന് മറുപടി പറയേണ്ടതില്ല. അറിയിക്കാത്തൊരു കാര്യത്തിന് ഞങ്ങൾ എന്തിനാ രംഗത്തിറങ്ങുന്നത്? അതുകൊണ്ട് അതറിയിക്കുന്ന അവഗണനയോടുകൂടി തള്ളിക്കളയാണ്. ശരണ്യ സ്നേഹൻ റിപ്പോർട്ടിലേക്ക്. അതിനു മുമ്പ് വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തോട് യോജിപ്പില്ലെന്ന് കെ മുരളീധരൻ. മറ്റു സമുദായങ്ങളെ അധിക്ഷേപിക്കാൻ ഒരാൾക്കും അവകാശമില്ല, അങ്ങനെ ചെയ്താൽ അവർ വിമർശിക്കപ്പെടുമെന്ന് മുരളീധരൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഒന്നിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാമുദായിക നേതാക്കന്മാർക്ക് അവരുടെ സമുദായത്തിൻ്റെ അവകാശങ്ങളെപ്പറ്റി പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് ഹനിക്കപ്പെട്ടാൽ അതിന് കാരണക്കാരായിട്ടുള്ളവരെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അനാവശ്യമായി മറ്റ് സമുദായങ്ങളെ അധിക്ഷേപിക്കാൻ ഒരു സമുദായത്തിനും സ്വാതന്ത്ര്യമില്ല. അങ്ങനെ അധിക്ഷേപിച്ചാൽ അവർ വിമർശിക്കപ്പെടും. അത് ആ വിമർശിക്കുന്നവരെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.